ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് വളരെയധികം സന്തോഷകരമായ ഒരു വാർത്ത നൽകാൻ തന്നെയാണ്. പെർമിറ്റ് ഫീസ് കുറച്ചു എന്ന സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഞാൻ ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ജൂലൈ അവസാന വീക്കിലാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരു യോഗം വിളിച്ചുകൂട്ടി, പത്രസമ്മേളനം വിളിച്ചുകൂട്ടി നമ്മളെ എല്ലാവരെയും ഈ പെർമിറ്റ് ഫീസ് കുറച്ച് എന്ന വാർത്ത അറിയിക്കുന്നത്. അതിനുശേഷം ഒരുപാട് ആളുകൾക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആയത് എന്താണെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല, നമുക്ക് അതിന്റെ ഉത്തരവ് കയ്യിൽ കിട്ടിയതിന് ശേഷം ചെയ്യാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ജൂലൈ 30-നാണ് അതിന്റെ ഓർഡർ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആ ഓർഡറുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും കഴിഞ്ഞ ഒരു വർഷമായി സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് പെർമിറ്റ് ഫീസിൽ വന്ന വലിയ വ്യതിയാനം, അല്ലേ? കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2023 ഏപ്രിൽ 10 മുതലാണ് നമുക്ക് ഈ ഒരു ഫീസിൽ വലിയൊരു വർധനവ് വന്നിട്ട് നമ്മളെല്ലാവരും കുറെ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ വലിയ ഒരു തോതിൽ തന്നെയാണ് വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ഒരു വർഷമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിംഗ് പെർമിറ്റ് ഫീസ് ആയാലും അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് ആയാലും അതിലൊക്കെ വന്നിട്ടുള്ള റെഗുലറൈസേഷൻ ആയാലും അതിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ 2024 ജൂലൈ 30-നാണ് പുതിയൊരു ഓർഡർ വന്നിട്ടുള്ളത്. ഇനി മുതൽ 2024 ഓഗസ്റ്റ് 1 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. നമുക്കെല്ലാവർക്കും ഇനി പഴയ പെർമിറ്റ് ഫീസിന്റെ ഒരു നിരക്ക് ഒന്ന് കാണാം. നമ്മൾ 2023 വന്ന പുതിയ പെർമിറ്റ് ഫീസിന്റെ നിരക്കും അതുപോലെ തന്നെ 2024 പുതിയ പെർമിറ്റ് ഫീസ് കുറച്ചു എന്ന് പറയുന്ന ആ ഒരു വ്യതിയാനവും നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് 25% മുതൽ 60% വരെയാണ് കുറവ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയൊരു ആശ്വാസം തന്നെയാണ്. കാരണം ഇതുവരെ നമ്മൾ കാത്തിരുന്നതിന് ഒരു ഉത്തരം കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം അന്ന് ആ ഒരു വീഡിയോ ഞാൻ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പെർമിറ്റ് ഫീസ് കുറച്ചു എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഓർഡർ നമുക്ക് പ്രാബല്യത്തിൽ ഇറങ്ങാത്തത് കാരണം കുറേ പേര് അതിന്റെ അടിസ്ഥാനത്തിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 25% കുറച്ചു എന്ന് പറയുന്നത് ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് എന്ന്. പക്ഷെ ആ ഒരു വർഷം വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. എനിക്കിതിൽ ഏറ്റവും നല്ലൊരു ഗുണകരമായ ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അപ്ലിക്കേഷൻ ഫീസിൽ വന്ന മാറ്റമാണ്. കാരണം നമുക്കറിയാം, ഫീസിൽ വന്ന മാറ്റം നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് നമ്മളൊരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പൈസയാണ് ഈ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് തിരിച്ചൊരു റിസൾട്ട് കിട്ടുമോ, ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അതിനൊരു റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒരു ഉറപ്പില്ലാതെ ആയിരിക്കാം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഫീ അവിടെ നഷ്ടമാവുകയാണ്. 1000 രൂപയാണ് നമുക്ക് അന്ന് ഉണ്ടായിരുന്ന ആപ്ലിക്കേഷൻ ഫീസ്. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഇപ്പൊ ഞാൻ പറയാം. അപ്ലിക്കേഷൻ ഫീസ് പഞ്ചായത്തിൽ അപ് ടു 100 m² വരെ 150 രൂപയാണ് വരുന്നത്. 101 മുതൽ 300 m² വരെ 500 രൂപയാണ് വരുന്നത്. പിന്നെ 300 m² മുകളിലുള്ളതിന് 2000 രൂപ തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ ഇതാണ് ആപ്ലിക്കേഷൻ ഫീസിൽ വന്നിട്ടുള്ള പഞ്ചായത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഇനി പഞ്ചായത്തിന്റെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് നിലവിലെ നിരക്കും അതുപോലെ തന്നെ പുതിയ ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള നിരക്കും കൂടി ഒന്ന് താരതമ്യം ചെയ്യാം. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുള്ളൂ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പഞ്ചായത്തിലെ ഫീസ് സ്ട്രക്ചർ ഒന്ന് കാണാം. താമസം അഥവാ റെസിഡൻഷ്യൽ പർപ്പസ്, പാർപ്പിട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കെട്ടിടത്തിന് പഞ്ചായത്തിൽ വരുന്നത് നിലവിലുണ്ടായിരുന്ന നിരക്കാണ് ഞാൻ ആദ്യം പറയുന്നത്. 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് നിലവിൽ കഴിഞ്ഞ ഒരു വർഷമായി വാങ്ങിയിരുന്നത് 50 രൂപയാണ് പെർ m² വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പോ ഓഗസ്റ്റ് 1 മുതൽ 25 രൂപ പെർ m² ആക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. വലിയൊരു വേരിയേഷൻ തന്നെയാണ്. 50%
വേരിയേഷൻ ആണ് കുറച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു വലിയൊരു ആശ്വാസമാണ്. ഇനി അത് 151 മുതൽ 300 m² വരെ ഉള്ള കെട്ടിടങ്ങൾക്ക് 100 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ 50 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ഇനി 300 m² മുകളിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വർഷമായി വാങ്ങിയിരുന്നത് 150 രൂപയാണ് പെർ m². എന്നാൽ അത് 100 രൂപ പെർ m²ആക്കി കുറച്ചിട്ടുണ്ട്. ഇതാണ് താമസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പറയുന്നത് വ്യവസായം കാറ്റഗറിയിൽ വരുന്ന കെട്ടിടങ്ങൾക്ക് 50 രൂപയായിരുന്നു 81 മുതൽ, ഞാൻ പറയുന്ന കാറ്റഗറി എല്ലാവരും ശ്രദ്ധിക്കുക, 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 50 രൂപ പെർ m²ആയിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിന് ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റം പെർ m²ന് 30 രൂപയാക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. 40% വരെയാണ് അതിന്റെ കുറവ് വന്നിരിക്കുന്നത്. ഇനി അത് തന്നെ 151 മുതൽ 300 m² വരെയുള്ള കെട്ടിടങ്ങൾക്കാവുമ്പോൾ 100 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ 50 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. 50% കുറവ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി 300 m² മുകളിലാവുമ്പോഴോ 150 രൂപ പെർ m²നാണ് നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് 100 രൂപ പെർ m² എന്നുള്ള നിലയിലാക്കി കുറച്ചിട്ടുണ്ട്. ഇനി വാണിജ്യം എന്ന കാറ്റഗറിയിൽ വരുന്ന കെട്ടിടങ്ങൾക്ക് 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് നിലവിൽ വാങ്ങിയിരുന്ന തുക 70 രൂപ പെർ m² എന്ന നിലയിലായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ 40 രൂപ പെർ m² എന്ന നിലക്കാണ് കുറച്ചിട്ടുള്ളത്. 42.8% വരെയാണ് അതിന്റെ കുറവ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി 151 മുതൽ 300 m² വരെയുള്ള കെട്ടിടങ്ങളാവുമ്പോൾ നിലവിൽ വാങ്ങിയിരുന്നത് 150 രൂപ പെർ m²നായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ 70 രൂപ, കാരണം നല്ലൊരു കുറവ് തന്നെയാണ്, നല്ലൊരു വേരിയേഷൻ ആണ്. 70 രൂപ പെർ m² എന്ന നിലയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 53.33% ആയിട്ടാണ് കുറച്ചിട്ടുള്ളത്. ഇനി 300 m² മുകളിലാവുമ്പോഴോ 200 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് ഇപ്പോൾ വാങ്ങുന്ന ചാർജ് 120 രൂപ പെർ m² എന്ന നിലയിലാണ്. വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റുള്ള കാറ്റഗറിയിൽ പെടുന്ന കെട്ടിടങ്ങൾക്ക് വാങ്ങുന്നത് 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് 50 രൂപ പെർ m² എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ 30 രൂപ പെർ m² എന്ന നിലയിലാക്കിയിട്ടുണ്ട്. ഇനി 151 മറ്റുള്ള കാറ്റഗറിയാണ് ഞാൻ പറയുന്നത്. 151 മുതൽ 300 m² വരെ 100 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോ 60 രൂപ പെർ m² എന്ന നിലയിലാണ് വാങ്ങുന്നത്. 40% അതിന്റെ കുറവ് വന്നിട്ടുള്ളത്. ഇനി 300 m² മുകളിലാവുമ്പോഴോ 150 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പെർ m². എന്നാൽ അത് 90 രൂപയാക്കി പെർ m² കുറച്ചിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വേരിയേഷൻ തന്നെയാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ഒരു ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം കുറേ ആളുകളുടെ അപേക്ഷ, കാരണം ഇത് പെർമിറ്റ് ഫീസ് കുറക്കണം എന്ന് പറഞ്ഞ് കുറേ ആളുകൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും അതിൽ വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ കണക്കാണ് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി മുനിസിപ്പാലിറ്റിയിലെ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. കാരണം നമുക്കറിയാം പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനിൽ ചെറിയ ചെറിയ വേരിയേഷനിലാണ് എപ്പോഴും ഫീസിന്റെ സ്ട്രക്ചറും മറ്റുള്ള റൂളുകളായാലും ഉണ്ടാവുക. അപ്പോൾ അതിൽ താമസത്തിൽ വന്നിട്ടുള്ള മാറ്റം 81 മുതൽ 150 m² വരെ നിലവിൽ വാങ്ങിയിരുന്ന ചാർജ് 70 രൂപ പെർ m² എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള പുതിയ മാറ്റം 35 രൂപ പെർ m² എന്നുള്ള നിലയിലാണ്. 50% വരെയാണ് അതിന്റെ കുറവ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി 151 മുതൽ 300 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 120 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ 60 രൂപയാക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. 50% തന്നെ കുറവ് വന്നിട്ടുണ്ട്. ഇനി 300 m² മുകളിലുള്ളതാവുമ്പോഴോ 200 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് 150 രൂപ പെർ m² എന്നുള്ള നിലയിലാക്കിയിട്ടാണ് കുറച്ചിട്ടുള്ളത്. ഇനി വ്യവസായം എന്ന കാറ്റഗറിയിൽ പെടുന്ന ബിൽഡിങ്ങുകൾക്ക് 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 70 രൂപ നിലവിൽ വാങ്ങിയിരുന്ന ചാർജ്, എന്നാൽ ഇപ്പോൾ കുറച്ച നിരക്ക് 40 രൂപ പെർ m² എന്നുള്ള നിലയിലാണ്. അത്
151 മുതൽ 300 m² വരെയാകുമ്പോൾ നിലവിൽ വാങ്ങിയിരുന്നത് 120 രൂപയും കുറച്ച നിരക്ക് 60 രൂപ പെർ m² എന്നുള്ള നിലയിലുമാണ്. ഇനി 300 m² മുകളിലാവുമ്പോൾ 200 രൂപയായിരുന്നു വാങ്ങിയിരുന്നത്. നിലവിൽ കുറച്ച നിരക്ക് 150 രൂപ പെർ m² എന്നുള്ള നിലയിലാണ്. വാണിജ്യം എന്ന കാറ്റഗറിയിൽ പെടുന്ന ബിൽഡിങ്ങുകൾക്ക് 90 രൂപ 81 to 150 m² വരെ 90 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അത് ഇപ്പോൾ കുറച്ച നിരക്ക് 50 രൂപ പെർ m² എന്നുള്ള നിലയിലായിട്ടുണ്ട്. ഇനി 151 മുതൽ 300 m² വരെയുള്ള കെട്ടിടങ്ങളാവുമ്പോൾ 150 രൂപ നിലവിലുണ്ടായിരുന്ന ചാർജ് 80 രൂപ പെർ m² പുതിയ നിരക്കും. 300 m² മുകളിലാവുമ്പോൾ അത് നിലവിലുണ്ടായിരുന്ന ചാർജ് 250 രൂപ എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച നിരക്ക് 150 രൂപ എന്ന നിലയിലുമായിട്ടുണ്ട്. മറ്റുള്ള കാറ്റഗറി 81 to 150 m² വരെ 70 രൂപയായിരുന്നു പെർ m² നിലവിലുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ 40 രൂപ പെർ m² എന്നുള്ള നിലയിലായിട്ടുണ്ട്. 151 to 300 m² വരെയുള്ള കെട്ടിടങ്ങളാവുമ്പോൾ 120 രൂപയായിരുന്നു നിലവിലുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അതിപ്പോൾ 70 രൂപ പെർ m² എന്നുള്ള നിലയിലായിട്ടുണ്ട്. 300 m² മുകളിലാവുമ്പോൾ അത് 200 രൂപ പെർ m² എന്നായിരുന്നു നിലവിലുണ്ടായിരുന്ന ചാർജ്. എന്നാൽ ഇപ്പോൾ കുറച്ച ഫീസ് 100 രൂപ പെർ m² എന്നായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് മുനിസിപ്പാലിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കോർപ്പറേഷൻ നോക്കാം. കോർപ്പറേഷൻ ആവുമ്പോൾ താമസത്തിന് വരുന്നത് 181 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 100 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിപ്പോൾ കുറച്ച ഫീസ് വരുന്നത് 40 രൂപ പെർ m² എന്നുള്ള നിലയിലാണ്. 151 to 300 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് വാങ്ങിക്കുന്ന ചാർജ് നിലവിൽ വാങ്ങിയിരുന്ന ചാർജ് 150 രൂപ പെർ m² ആയിരുന്നു. എന്നാൽ അത് 70 രൂപ പെർ m² ആക്കി കുറച്ചിട്ടുണ്ട്. 300 m² മുകളിലാവുമ്പോൾ അതിന് നിലവിൽ വാങ്ങിയിരുന്ന ചാർജ് 200 രൂപ പെർ m² എന്നും അതുപോലെ തന്നെ പുതിയ കുറച്ച നിരക്ക് 150 രൂപ പെർ m² എന്നും ആയിട്ടുണ്ട്. ഇനി വ്യവസായം എന്ന കാറ്റഗറിയിൽ പെടുന്ന കെട്ടിടങ്ങൾക്ക് 81 to 150 m² വരെ 120 രൂപയാണ് നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അതിപ്പോൾ 50 രൂപ എന്ന കുറച്ച നിരക്കിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ അധികം ഒരു ചേഞ്ച് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 58% വരെയാണ് അതിന്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി അത് 151 മുതൽ 300 m² വരെ ആവുമ്പോൾ അതിന്റെ നിലവിലുണ്ടായിരുന്ന ചാർജ് 150 രൂപ പെർ m² ആയിരുന്നു. എന്നാൽ അതിപ്പോൾ 70 രൂപ പെർ m² എന്നാക്കിയിട്ടുണ്ട്. 300 m² മുകളിലാവുമ്പോൾ 200 രൂപ പെർ m² എന്നുള്ള നിലയിലായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 150 രൂപ പെർ m² എന്നുള്ള നിലയിലായിട്ടുണ്ട്. വാണിജ്യം എന്ന കാറ്റഗറിയിൽ വരുന്ന കെട്ടിടങ്ങൾക്ക് 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ് 100 രൂപ പെർ m² ആയിരുന്നു. എന്നാൽ അതിപ്പോൾ 60 രൂപ പെർ m² ആക്കി കുറച്ചിട്ടുണ്ട്. ഇനി അത് തന്നെ 151 മുതൽ 300 m² വരെ ആകുമ്പോൾ 170 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അതിപ്പോൾ 100 രൂപ പെർ m² ആക്കി കുറച്ചിട്ടുണ്ട്. 300-ന് മുകളിലുള്ളതാവുമ്പോൾ 300 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അതിന്റെ നേരെ പകുതി 150 രൂപയാക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ള നിരക്ക്. മറ്റുള്ള കാറ്റഗറിയിൽ പെടുന്ന കെട്ടിടങ്ങൾക്ക് 81 മുതൽ 150 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 100 രൂപ പെർ m² എന്നുള്ള നിലയിലായിരുന്നു ഇതുവരെ ഈടാക്കിയിട്ടുണ്ടായിരുന്ന തുക. എന്നാൽ അതിപ്പോൾ 50 രൂപ പെർ m² എന്നുള്ള നിലയിലാക്കിയിട്ടുണ്ട്. 151 മുതൽ 300 m² വരെയുള്ള കെട്ടിടങ്ങൾക്ക് 150 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അതിപ്പോൾ 80 രൂപ പെർ m² എന്നുള്ള നിലയിലാക്കിയിട്ടുണ്ട്. 300-ന് മുകളിലാവുമ്പോൾ 200 രൂപയായിരുന്നു നിലവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്ന ചാർജ്. എന്നാൽ അതിപ്പോൾ 120 രൂപ പെർ m² എന്നുള്ള നിലയിലാണ് ആക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു പുതിയൊരു നിരക്ക് മാത്രം പറയാതെ ഈ പഴയ ഒരു നിരക്കും പുതിയൊരു നിരക്കും പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൽ വന്നിട്ടുള്ള വേരിയേഷൻ വ്യക്തമായി മനസ്സിലാവുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പഴയ നിരക്കും പുതിയ നിരക്കും കൂടി പറഞ്ഞത്. വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് പുതിയ ഫീസ് നിരക്കിൽ വന്നിട്ടുണ്ടായ മാറ്റങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു സംശയം ബാക്കി നിൽക്കുകയാണ്. കാരണം ഈ ഒരു ഫീസ് ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം 2024 ഓഗസ്റ്റ് 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. എന്നാൽ 2023 ഏപ്രിൽ 10 മുതൽ 2024 ഓഗസ്റ്റ് 1 വരെ പെർമിറ്റ് ഫീസ് അടച്ചവരും അപേക്ഷാ ഫീസ് കൊടുത്തവരും എന്ത് ചെയ്യണം എന്ന് അല്ലേ? അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പൊ ഇന്ന് ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അടുത്ത വീഡിയോ കാണും എന്ന പ്രതീക്ഷയോടെ ഇന്ന് ഞാൻ ഈ വീഡിയോ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഞാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വിശദമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം ഈ ഒരു പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആർക്കും. കാരണം ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവർക്കും ഒരു റീപ്ലൈ കൊടുത്തത്. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ അനീഷ കളറക്കൽ.